പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ശൂന്യമായിരിക്കുന്നവരോട് ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശൂന്യമായിരിക്കുന്നവരെ നിങ്ങളെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരാൻ പോകുക, നിന്റെ റൂമിനകത്ത് ഇറങ്ങി വരാൻ പോകുക. ഈ നിമിഷം ചില കഷ്ടതകൾ കാരണം, ചില പ്രതികൂലങ്ങൾ കാരണം, ചില വേദനകൾ കാരണം, ചില രോഗങ്ങൾ കാരണം, പല രീതിയിലും പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ നിമിഷം മുതൽ കാണുമായിരിക്കാം. ഞാൻ ഈ മെസ്സേജ് ഇടുന്ന ഈ നിമിഷം വരെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ അകത്ത്, നിങ്ങളുടെ ചിന്തകൾക്കകത്ത് ഇത് കാണുമായിരിക്കാം. എന്നാൽ അത് മാറേണ്ട സമയം എടുത്തിരിക്കുന്നു. എന്നോട് ദൈവം സംസാരിച്ചൊരു വാക്ക്, രണ്ട് വാക്കുകൾ ഇപ്രകാരമാണ്: ന്യൂ സ്റ്റാർട്ടിങ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പഴയതിനെ നമ്മൾ ഓവർകം ചെയ്ത് ക്രോസ് ഓവർ ചെയ്ത് ചില പുതിയതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുക. നമ്മുടെ 2024 ഇനി നമ്മളെ വിട്ട് കടന്നു പോകാൻ ഒരു മാസം കൂടെ. എങ്കിലും ഈ ഒരു മാസത്തിൻ്റെ അകത്ത് ദൈവത്തിന് എൻ്റെ ലൈഫിനകത്ത് ചില തിരിവുകൾ കൊണ്ടുവരാൻ പറ്റും, ചില റെസ്റ്റോറേഷനുകൾ നടത്താൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് ഒന്നും അസാധ്യമല്ല, നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, നിന്റെ കൂടെ നടക്കുന്ന ദൂതന്മാർക്ക് ഒന്നും അസാധ്യമായിട്ടില്ല. എങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, എന്നോട് കൂടിയിരിക്കുന്നവനും എന്നോട് കൂടെ നടക്കുന്നവനും എന്നെന്നും ജയാളികളായിരിക്കുക. ഞാൻ എന്നെന്നും ജയാളിയാണ്. ആർക്കും നിങ്ങളെ തോൽപ്പിച്ച് കളയാൻ പറ്റില്ല, ആർക്കും നിങ്ങളെ കീഴടക്കാൻ പറ്റത്തില്ല, ആർക്കും നിങ്ങളെ ബന്ധിച്ചു വെക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജയിച്ചവൻ്റെ മക്കളാണ്, നിങ്ങൾ ഒരു ജയമെടുത്തവൻ്റെ മക്കളാണ്. ആ മക്കളായ നമ്മൾ ഓരോരുത്തരും എന്തിനു ഭാരപ്പെടണം, എന്തിനു ബുദ്ധിമുട്ടണം, എന്തിനു വേദനിക്കപ്പെടണം, എന്തിന് ഈ മനോപ്രയാസങ്ങൾ കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ നമ്മൾ കൊണ്ടുവരണം. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു: എന്നെ സേവിക്കുന്നവനെ ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കൂടെ നടക്കുന്നവനും എന്നോട് ചേർന്ന് വസിക്കുന്നവനും എന്നെ ആരാധിക്കുന്നവനും ഒരിക്കലും ഞാൻ കൈവിടുകയില്ല. ഈ വാക്കിൻ്റെ അകത്ത് എത്ര ബലപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നോട് ദൈവം പറയുന്നു, നിങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ അകത്ത് ചില റെസ്റ്റോറേഷനുകൾ നടന്നിരിക്കും ഈ ആണ്ടിൽ. 2024 നിന്നോട് പറഞ്ഞത് 2024 ദൈവത്തിന് നിവർത്തിക്കാൻ പറ്റും. 2025 ദൈവം നിന്നോട് പറയാൻ പോകുന്നതും 2025 ദൈവത്തിന് നിവർത്തിക്കാൻ പറ്റും. 2024 പറഞ്ഞത് 2025 നിന്റെ ജീവിതത്തിനകത്ത് നടക്കേണ്ടത്. 2024 പറഞ്ഞത് 2024 നിന്റെ ജീവിതത്തിനകത്ത് നടക്കണം. അത് ഈ ഒരു ഡിസംബർ മാസം നിന്നോട് 2024 എന്തൊക്കെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ, അത് 2024 തന്നെ നടന്നിരിക്കണം. അതാണ് ദൈവിക പ്രവൃത്തി, അതാണ് ദൈവത്തിൻ്റെ ഇടപെടലുകളും ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളെല്ലാം വിശ്വാസത്തോടെ ഉറച്ചെന്ന് പറയുക. ചിലതിനെ നമ്മൾ ഓവർകം ചെയ്ത് പുതിയ ആരംഭത്തിലേക്ക് കാലുവെക്കാൻ പോകുന്നു. ആമേൻ.